ഇത് സമുദ്രത്തിലുള്ള കപ്പലല്ല. അങ്ങനെ നമ്മൾ കപ്പലിലേക്ക് കടക്കുകയാണ്. കംപ്ലീറ്റ് വൈറ്റ് ആയിട്ടെ, റിഫ്ലക്ഷൻ ഭയങ്കര കൂടുതൽ. അങ്ങനെ ഒരു ക്യാപ്റ്റന്റെ റൂം, അങ്ങനെ ഒരു കംപ്ലീറ്റ് കപ്പലിൽ കയറുന്ന ഒരു ഫീലാണ്. എവിടെ എന്താ രാഹി, നല്ല പേര്. ജാക്കിന്റെയും റോസിന്റെയും ഇടയിൽ നിന്നുകൊണ്ട്, അത് മമ്മാന്റെ ബോയ് ഫ്രണ്ട് ആണ് ജാക്ക്. നമ്മുടെ റോസ് കുട്ടി വയസ്സായതിനു ശേഷമുള്ള ഒരു ലുക്കാണ് ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. റോസ് ഇങ്ങനെ കിടക്കുന്നതാണ്. വലിയ വില്ലൻ ആ മഹാനാണ്, ആ ഫിയോൻസി. ടൈറ്റാനിക് ഇങ്ങനെയാണ് സിനിമയിൽ മുങ്ങിയിട്ടുണ്ടായിരുന്നത്. മരണക്കിണർ കാണാൻ വേണ്ടി ഇരിക്കുകയാണ് ഗൈസ്. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തെല്ലാം കൂട്ടുകാരെ വിശേഷങ്ങൾ, സുഖമാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഗൈസ്, ഞങ്ങളിപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രത്താണ് കേട്ടോ. ട്രിവാൻഡ്രത്ത് നമ്മൾ ലുലു മാളിൽ നിന്ന് ഇങ്ങനെ തിരിച്ച് പോരുന്ന സമയത്ത് ഒരു അടിപൊളി സ്പോട്ട് കണ്ടു. എന്തെന്ന് വെച്ചാൽ ഒരു എക്സിബിഷനാണ്. എക്സിബിഷൻ എന്ന് പറഞ്ഞാൽ ചുമ്മാ നമുക്ക് എക്സിബിഷൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചുരുക്കി കളയാൻ പറ്റില്ല. ടൈറ്റാനിക് എക്സിബിഷനാണ്. അപ്പോൾ ടൈറ്റാനിക് എല്ലാവർക്കും അറിയാലോ, മുങ്ങാത്ത കപ്പൽ എന്നൊക്കെ പറഞ്ഞ മുങ്ങിക്കുളമായ ഒരു കപ്പലാണ് ടൈറ്റാനിക്. അപ്പോൾ ആ ടൈറ്റാനിക്കിൻ്റെ മാനിഫെസ്റ്റേഷനാണ് ഇവിടെ കാണുന്നത്. അപ്പം നമ്മൾ വിചാരിച്ച് ഓക്കെ, ലുലു മാളിൽ നിന്ന് വന്ന് ക്ഷീണിച്ച് തളർന്നാണ് പോരുന്നതെങ്കിൽ കൂടെ നമ്മൾ വിചാരിച്ചു എന്നാൽ അവിടെ വന്നിട്ട് നമുക്ക് ടൈറ്റാനിക്കും കൂടെ കണ്ടിട്ട് പോവാന്ന്. ആക്ച്വലി നമ്മൾ ഇവിടെ ഫാദറിനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ. വാപ്പ ഒരു മേജർ സർജറി കഴിഞ്ഞ് ഇവിടെ ഒരു ഫ്ലാറ്റിൽ ഐസൊലേഷനിലാണ്. അപ്പോൾ ഫാദറിനെ കാണാൻ വേണ്ടി വന്നു. അങ്ങനെ നമ്മൾ ഫൺ ടൂറില്ലേ, ലുലു മാളിൻ്റെ ഏറ്റവും മുകളിൽ കിഡ്സ് പാർക്ക് ഫൺ ടൂറിലൊക്കെ പോയിട്ട് തിരിച്ചു പോരുകയാണ്. കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അവർക്കൊക്കെ പെരുന്നാളിൻ്റെ ഒരു രസമായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഉള്ള ചില്ലറ കുട്ടികളെ മുഴുവൻ കൊണ്ടുപോയിട്ട് നമ്മളവിടെ പോയതായിരുന്നു. അങ്ങനെ തിരിച്ചു വരുമ്പോഴാണ് നമ്മുടെ കണ്ണിൽ ടൈറ്റാനിക് എന്ന മഹാവിസ്മയം കണ്ണിൽപ്പെട്ടത്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരാൾക്ക് ടിക്കറ്റിന് 100 രൂപയാണ് കേട്ടോ. കുട്ടികൾക്ക് 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും 100 രൂപ പേ ചെയ്യണം. അങ്ങനെ മൊത്തത്തിൽ ഒരു എമൗണ്ട് രൂപയ്ക്ക് നമ്മൾ എന്താ പറയുക, ടിക്കറ്റൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ പോവുകയാണേ. അങ്ങനെ മൊത്തത്തിൽ 9 ടിക്കറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ 9 ടിക്കറ്റുകളുമായിട്ട് നമ്മൾ പോവുകയാണ്. ഇവിടെ PTM ഉണ്ട്, പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി, ക്യാഷ് ഓൺ ഹാൻഡ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഈ ചില്ലറ കുട്ടികളെ എല്ലാവരെയും കൂടെ കൂട്ടിയിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ ഫൈക്കാക്കു എന്നോട് ചോദിക്കുന്നത് എന്തിനാണെന്ന്. സത്യത്തിൽ ഇത് അവരെ കയ്യിൽ പിടിക്കാൻ പറഞ്ഞതാട്ടോ. കാരണം എന്തോ ലക്കി ഡ്രോ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിലേക്ക് ഇടാനുമാണ് ഒരു അയാളെ എടുക്കാൻ പറഞ്ഞു, അത് അയാൾ വെക്കാൻ പറഞ്ഞു. ഇനി നമ്മൾ ടൈറ്റാനിക് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിനകത്തേക്കുള്ള എൻട്രൻസ് ആ സൈഡിലാണ് കേട്ടോ. ഇത് കണ്ടാൽ ഒരു കപ്പൽ ലുക്കൊക്കെ ഉണ്ട്, പക്ഷേ ഇത് സമുദ്രത്തിലുള്ള കപ്പലല്ല, കരയിൽ കിടക്കുന്ന കപ്പലാണെന്ന് മാത്രം. ടൈറ്റാനിക് എക്സിബിഷനാണ്. അപ്പോൾ ടൈറ്റാനിക് എന്ന് പറഞ്ഞാൽ പേര് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായ ഒരു കൈൻഡ് ഓഫ് ഒരു ഇതല്ലേ, എന്താ അപ്പം അതിന് പറയുക, ഒരു ഭയങ്കരമായ ഒരു ആഗ്രഹമല്ലേ കാണാൻ. അപ്പോൾ പുറത്ത് തന്നെ ജാക്കിൻ്റെയും റോസിൻ്റെയും ഒക്കെ ഫോട്ടോ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ മിക്കവാറും ഇതിനകത്ത് ടൈറ്റാനിക് സിനിമയ്ക്കകത്തുള്ള മാനിഫെസ്റ്റേഷൻസ് ആകും എന്നാണ് ആക്ച്വലി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം നമ്മൾ നടന്ന് പോകാൻ അവിടെ എത്താറായിട്ടുണ്ട്. അപ്പോൾ പുറത്തൊക്കെ കണ്ട ആ നീല കാർപ്പറ്റൊക്കെ എന്ന് പറഞ്ഞാൽ വെള്ളമാണെന്ന് നമ്മൾ അങ്ങോട്ട് ഗസ് ചെയ്യണം. അതുകൊണ്ടാണ് ആ ഒരു നീല കാർപ്പറ്റൊക്കെ ഇട്ടിരിക്കുന്നത്. അതായത് സമുദ്രം നീലയാണല്ലോ. അങ്ങനെ നമ്മൾ കപ്പലിലേക്ക് കടക്കുകയാണ്. കപ്പലിലേക്ക് കടക്കാനുള്ള മാർഗ്ഗങ്ങൾ ഏകദേശമൊക്കെ കപ്പലിൻ്റെ രൂപത്തിൽ തന്നെയാണ് കേട്ടോ അവരിതൊക്കെ ചെയ്തിട്ടുള്ളത്. കപ്പലിൽ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. അവർ ആർട്ടിഫിഷ്യൽ കപ്പലിലെങ്കിലും കയറാമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ പോകുന്നത്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ അവിടെ കൊടുത്തു. അങ്ങനെ മന്ദം നമ്മൾ കപ്പലിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസ് ലുക്ക് കേട്ടോ. പിന്നെ അതിനകത്തൊക്കെ അങ്ങോട്ട് കയറിയിട്ട് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തിട്ട് ക്യാമറ മൊത്തത്തിലൊരു ബ്ലറായ ഒരു ഫീലാണ്. സത്യത്തിൽ കംപ്ലീറ്റ് വൈറ്റ് ആയിട്ടെ, റിഫ്ലക്ഷൻ ഭയങ്കര കൂടുതൽ. അങ്ങനെയാണ്. അപ്പോൾ ഒരു DJ അമ്യൂസ്മെൻറ്റ് ടൈറ്റാനിക്, എന്താ പറയുക, ടൈറ്റാനിക് എക്സിബിഷനാണ്. അതിനകത്ത് ഭയങ്കര DJ നടക്കുന്നുണ്ട്. DJ എന്ന് പറഞ്ഞാൽ കുറേ പ്രതീക്ഷിച്ചിട്ടോ. ഇത് ക്യാപ്റ്റൻ്റെ റൂം, അങ്ങനെ കുറേ റൂംസൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെ DJ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈറ്റാനിക്കിനകത്തേക്കുള്ള ഓരോ അകത്തുള്ള ടൈറ്റാനിക് സിനിമയ്ക്കകത്ത് കുറേ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, ആ സംഭവങ്ങളൊക്കെ തന്നെ അതിൻ്റെയൊക്കെ ഇതാ. അപ്പോൾ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ഭയങ്കരമായ മ്യൂസിക്കൊക്കെ ഉണ്ട്. അപ്പം ആ ചേച്ചി പറയുകയാണ് ഇതിലെയാണ് വഴിയെന്ന്. അപ്പം ഒരു കംപ്ലീറ്റ് കപ്പലിൽ കയറുന്ന ഒരു ഫീലാണ്. സത്യത്തിൽ ഇതിന് മുന്നേ ഞാൻ കയറിയിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, TV-യിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെ കപ്പലിൽ കയറിക്കൊണ്ട് നമ്മൾ ഏറ്റവും മുകളിലെത്തിയിരിക്കുന്നു. എല്ലാവരും കടലിലേക്ക് നോക്കിക്കോളി. കടലുണ്ട്, കടല്. അല്ലാ, എന്താ തിരമാല.
ഭയങ്കര തിരമാലയാണേ. അതാ പപ്പാനോട് പറയാം, അമ്മ കൊഴങ്ങിക്കാണ്. ഭയങ്കര തിരമാലയാണേ, ഈ കണ്ട ഞെട്ടും. ഇവിടെ തിരമാലയാണ്. കപ്പല് കയറി കഴിഞ്ഞാൽ പിന്നെ തിരമാലയാണ്. ഇതെന്താ വെള്ളം കുടിക്കണ പൂജേ? ആക്കെ വെറുതെ മോഡലാണ്. കപ്പലിന്റെ അവിടെ ഇവിടെ കേട്ട് കയറി കൂജകൾ കാണാനിട്ടിട്ട്, കൂജകൾ എന്താ അതിന് പറയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും അതൊക്കെയാണ്. പക്ഷെ അത് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് അത് നമ്മുടെ ഈ ഒരു എന്താ അതിൻ്റെ സാധനം, എന്ത് പേപ്പർ അതിന് പറയാം എനിക്ക് ഓർമ്മയില്ല. ആ തെർമോക്കോൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ കപ്പലിൻ്റെ ഈ സംഭവങ്ങളെല്ലാം. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ഷോക്ക് വേണ്ടി വെച്ചതാണ്, തുറക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെ നമ്മൾ ഇങ്ങനെ കപ്പലിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോവാണ്. ഇങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ട് കയറിയിട്ട് പിന്നെ കപ്പലിനെ ഇങ്ങനെ ഒരു 2-3 സൈഡ് ചുറ്റിയിട്ട് വേണം അതിനകത്ത് കയറാൻ. അപ്പം നമ്മൾ വന്നിരിക്കുന്ന സമയം ഇതാണ് നമ്മളെ ഇതിൻ്റെ സ്ഥലമല്ലേ. ഈ ഫ്രണ്ട് പോയിട്ടേ വീഡിയോ എടുത്തോണ്ട അങ്ങനെ തിരിക്കണം. ഞാനത് തിരിക്കട്ടെ. ഞാൻ കപ്പലോട്ടട്ടെ. തിരിക്കാൻ പറ്റില്ല. ഞാനൊന്നും ഫോട്ടോ അപ്പുറത്ത് നിൽക്കുന്ന സെക്യൂരിറ്റി എന്നെ സീത്ത പറഞ്ഞു. അത് കാരണം അവിടെ വല്ലാതെ തിരിക്കാനൊന്നും പറ്റിയില്ല. ആ സാധനത്തിന് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്താണ് റഡറാണെന്ന് തോന്നുന്നു. ഇംഗ്ലീഷുകാർ അതിന് റഡർ എന്നൊക്കെ പറയും. അപ്പം അങ്ങനെ റഡർ തിരിക്കാൻ എന്നെ സമ്മതിച്ചില്ല. എന്നെ അവിടെ ആട്ടിപ്പയച്ചു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോന്നു. പിന്നെ അവിടെ എക്സ്പോൻ്റെ ഭാഗമായിട്ട് യന്ത്രൂഞ്ഞാൽ കുറേ കുണാൻഡ്രിഫിക്കേഷൻസ് ഒക്കെ കാണുന്നുണ്ട്. അങ്ങനെ അപ്പം നമ്മൾ കയറി അതേപോലെ ഇനി ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങണം. അതാണ് അതിൻ്റെ ഒരു വേറൊരു സെറ്റപ്പ് വരുന്നത്. അപ്പം ഇനി നമ്മൾ ഇങ്ങനെ പോകണം. അതിൻ്റെ മുകളിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. സ്റ്റെയർ കേസ് ആണെന്ന് തോന്നുന്നു. ഒരു ഗോൾഡൻ ലിപികളിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ അവിടെ നോ സ്പോക്കിങ് എന്നൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഇനി അതിൻ്റെ അകത്തേക്ക് പോവുക. ഭയങ്കരമായ മ്യൂസിക്കൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായിരിക്കും അകത്ത് എന്ന് അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടാവും. ഇതൊക്കെ അതിൻ്റെ യന്ത്രങ്ങളും സംഭവങ്ങളൊക്കെയാണ്. എൻജിൻ റൂമിൻ്റെ ഒരു മോഡലായിരിക്കാം. മേ ബി വീടുണ്ടോ. ഇത് മൊത്തത്തിലൊരു വിസ്മയം. ചേച്ചി ഒരു ഹായ് പറയോ? ചേച്ചിന്റെ പേര് എവിടെ? എന്താ? രാഹി. നല്ല പേര്, ഇതുവരെ കേട്ടിട്ടില്ല. വ്ളോഗ് ഉണ്ട് ചേച്ചി, ഷാക്കിര അബ്ദുൽ ഖാദർ, യൂട്യൂബിൽ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യും. ആ ചേച്ചി അവിടുത്തെ വാച്ച് വിമൻ ആണ് കേട്ടോ. രാഹി എന്നാണ് പേര്. അപ്പം ചെന്നപ്പോൾ മുതലേ പാടെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര കമ്പനിയായിട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ചേച്ചി. അപ്പോൾ ആ ചേച്ചിനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടതാണേ. ജാക്ക് ആൻഡ് റോസ്. ആ ചേച്ചി അപ്പം എന്നെ കണ്ടപ്പോൾ ചോദിക്കണം, അല്ല മോളെ നീ വീഡിയോ എടുത്താൽ നിന്നെ ആരും എടുത്തു തരുമെന്ന്. അതൊരു പോസിറ്റീവ് മെൻറ്റാലിറ്റിയില്ലേ. അപ്പം ഞാൻ ആ ചേച്ചിനെയും കൂടെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അത്രേ ഉള്ളൂ. ഇതെന്താണെന്നറിയോ, ആ ടൈറ്റാനിക് സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഒരു ബോൾ റൂം ഉണ്ടായിരുന്നു, ഡാൻസ് കളിക്കുന്ന DJ പാർട്ടിയുടെ ഒരു റൂമുണ്ട്. ആ റൂമിൻ്റെ ഒരു കൈൻഡ് ഓഫ് മാനിഫെസ്റ്റേഷൻ ആണിത്. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, അതിൻ്റേതായിട്ടുള്ള ഒരു വിഷ്വൽ ട്രീറ്റാണ് ഈ സംഭവം. അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആയിരുന്നു DJ മ്യൂസിക് പാർട്ടികൾ സംഭവങ്ങളെല്ലാം നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണിത്. ഒരു ഫോട്ടോ എടുത്ത് തരുമോ ഞങ്ങളെല്ലാവരും? അങ്ങനെ ഫൈക്കാക്കുവിൻ്റെ ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞതാണ് ഞങ്ങളുടെ ഈ ഫോട്ടോ. നിങ്ങൾ തംബ്നെയിലൊക്കെ കാണുന്നില്ലേ, ഈ ഫോട്ടോ അതുതന്നെയാണ്. അപ്പോൾ ജാക്കിൻ്റെയും റോസിൻ്റെയും ഇടയിൽ നിന്നുകൊണ്ട് എനിക്ക് എന്താണെന്നറിയാം, ഈ ജാക്ക് ഉണ്ടല്ലോ ഭയങ്കര ഒരു റൊമാൻറ്റിക് ഹീറോ ആണ് ജാക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ടൈറ്റാനിക് സിനിമ ഞാൻ കാണാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ, അതായത് കുറേ മുന്നേ കണ്ടിട്ടുണ്ട്, ബട്ട് കുറേ മുന്നേ കാണേണ്ട ഒരു സിനിമയായിരുന്നു. അതുക്കും മുന്നേ കാണേണ്ട ഒരു സിനിമയായിരുന്നു എന്നുള്ളൊരു ഫീൽ എനിക്കുണ്ട്. ബട്ട് അത് കാണാൻ പറ്റില്ല. പിന്നെ കുറച്ച് എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ടിട്ട് 2-3 വർഷമായിട്ടുള്ളൂ. ഇത്രയും മുന്നേ കാണേണ്ട ഒരു സിനിമയായിരുന്നു. അങ്ങനെ പിന്നെ അടുത്തത് ഫൈക്കാക്കും നബീലിൻ്റെയും അതുപോലെ തന്നെ സാബിൻ്റെയും ഒക്കെ ഫാമിലി ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. നിന്നും ഇരുന്നും അങ്ങനെയൊക്കെ. ഇതാണ് ഗൈസ് എന്നെ ത്രസിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട ജാക്ക് മോശം. അത് മമ്മാന്റെ ബോയ് ഫ്രണ്ടാണ് ജാക്ക്. എൻ്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് കേട്ടതും ഇവമോൾ ആ ഗന്ധം വിട്ട ചെങ്ങൈന് ഭയങ്കര നോട്ടാണ്. ഇയാളതിനെ മുന്നേ കണ്ടിട്ടില്ലല്ലോ എന്നുള്ളൊരു ഫീലിംഗ്.
ഈ ജാക്കിന്റെയും റോസിന്റെയും കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവുമല്ലോ. എന്താന്ന് വെച്ചാല് ജാക്കും റോസും ഭയങ്കര പ്രണയത്തിലാവും. റോസ് വലിയൊരു അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയിൽ പെട്ട ഒരാളായിരിക്കും, ജാക്ക് ഒരു പാവപ്പെട്ട കുടുംബത്തിലുള്ള ഒരാളായിരിക്കും. അങ്ങനെ എന്നിട്ട് അവർ ടൈറ്റാനിക് എന്നാണ് പറഞ്ഞ കപ്പലിൽ യാത്ര ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ജാക്കും റോസും കാണുന്നത്. അങ്ങനെ അവർ തമ്മിൽ പ്രണയത്തിലാകുന്നു. Wait, I don't have to leave. This is my part of the ship. You leave. Whoa. എന്റെ വയസ്സായ റോസ്. നമ്മുടെ റോസ് കുട്ടി വയസ്സായതിന് ശേഷമുള്ള ഒരു ലുക്കാണ് കേട്ടോ ഇത്. സിനിമയിലെ റോസ് ഇങ്ങനെയാണ്, വയസ്സായിട്ടുള്ളൊരു റോസ് ഇങ്ങനെ എടുക്കുന്നതാണ് ടൈറ്റാനിക് എന്ന് പറഞ്ഞ ആ ഒരു കംപ്ലീറ്റ് സിനിമ. അപ്പോൾ ഈ റോസിൻ്റെയും ജാക്കിൻ്റെയും ലവ് സ്റ്റോറിയാണ്, പക്ഷെ അത് രണ്ടും കംപ്ലീറ്റ് ആയില്ല എന്നുള്ളതാണ്. ടൈറ്റാനിക് ഒരു ട്രാജഡിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ കുറേ ദിവസം നമ്മളെ മനസ്സിൽ അതിങ്ങനെ ഭയങ്കര വിഷമത്തിൽ നിൽക്കും, നമുക്കത് മറക്കാൻ പറ്റില്ല. ഇപ്പോഴും ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു ടൈറ്റാനിക് ഈ ഒരു കപ്പൽ കാണാൻ ചെന്നപ്പോൾ ആ ഒരു സിനിമയുടെ മാനിഫെസ്റ്റേഷൻ ഒരു റീലിവിങ് കൈൻഡ് ഓഫ് തിങ് ആയിരുന്നു അതിനകത്ത് പോയപ്പോൾ. സിനിമ കാണാത്ത ആളുകൾക്ക് ചിലപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ വലിയൊരു ഫീലൊന്നും തോന്നില്ല, പക്ഷേ സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്ക് ഡെഫിനറ്റ്ലി ആ സ്റ്റോറി അറിയുന്ന ആളുകൾക്ക് എന്തായാലും ഭയങ്കരമായ ഫീൽ ഉണ്ടാവും. ഇതിങ്ങനെ റോസിൻ്റെയും ജാക്കിൻ്റെയും പല ആംഗിളിലുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് റോസ് ഇങ്ങനെ കിടക്കുന്നതാണ്. ഇത് ജാക്ക് എന്തോ വരക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക റോസ് ഇങ്ങനെ കിടന്നു കൊടുക്കുകയാണ് കേട്ടോ. ഒരു ഇങ്ങനെ എന്താ പറയുക ഒരു പോസ് ചെയ്ത് കൊടുക്കില്ലേ ഫോട്ടോ വരക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അപ്പുറത്ത് തന്നെ റോസിനെ വരക്കുന്ന ജാക്കിനെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ പിന്നെ കുറേ പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട് ജാക്കിൻ്റെയും റോസിൻ്റെയും. അങ്ങനെ കുറേ പെയിൻറ്റിങ്സും സംഭവങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പുറത്ത് ഫൈക്കാക്ക് ഭയങ്കര മുടിയൊക്കെ റെഡിയാക്കുന്ന തിരക്കിലാണ്. ഇതാണ് ഓളെ ഹസ്ബൻഡ് ആകാൻ പോകുന്ന ഫിയോൻസി. ഇപ്പം കണ്ട മെഹാനവർകൾ ഉണ്ടല്ലോ, അവനാണ് ഒരു വലിയ വില്ലൻ. സിനിമയ്ക്കകത്തൊരു വലിയ വില്ലൻ ആ മഹാനാണ്, ആ ഫിയോൻസി. റോസിനെ കെട്ടാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഫിയോൻസിയാണ് അയാളൊരു അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയിൽ പെട്ട ആളാണ്. അങ്ങനെ അവസാനം അവനാണ് റോസിനെയും ജാക്കിനെയും കൂടെ കുളം തോണ്ടിപ്പിക്കുന്നത്. സത്യത്തിൽ റോസ് ചെയ്തത് അത്ര ശരിയല്ല, കാരണം ഒരാളുടെ മങ്കേതർ ആയിക്കൊണ്ട് ജാക്കിനെ പ്രണയിച്ചു എന്നുള്ള. പക്ഷെ അങ്ങനെയാണല്ലോ, സ്നേഹത്തിന് കണ്ടുമൂക്കൊന്നുമില്ല. അങ്ങനെയാണ് ജാക്കല്ല റോസിൻ്റെ അവനുമായിട്ടുള്ള കല്യാണം ഫിക്സ് ചെയ്യാൻ കാരണം അവനൊരു അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയിൽ പെട്ട ഒരാളാണ്. അപ്പം ഈ റോസിൻ്റെ അമ്മ അവളെ കൊണ്ട് നിർബന്ധിച്ച് അവനെ കെട്ടാൻ വേണ്ടിയിട്ട് റെഡിയാക്കിപ്പിച്ചതാണ്. റോസ് ആണെങ്കിൽ ഒരു സുന്ദരി തരുണീമണിയ ഒരു സുന്ദരിക്കുട്ടിയാണ് റോസ്. അങ്ങനെ ഇത് റോസിൻ്റെ മാലയാണ് എന്നൊക്കെ വിചാരിപ്പിക്കാനാവണം അതവിടെ വെച്ചിരിക്കുന്നത്. സത്യത്തിൽ അതിൻ്റെ മാലയൊന്നും അല്ല കേട്ടോ, റോസിൻ്റെ മാലയൊന്നും അല്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. പിന്നെ ഇത് കപ്പൽ മുങ്ങിയതിൻ്റെ കുറേ പിക്ചേഴ്സ് സംഭവങ്ങളൊക്കെയാണ് അവിടെ കാണാൻ പറ്റുന്നത്. കപ്പൽ മുങ്ങിയത് കേട്ടോ. I intend to write a strongly worded letter to the White Star Line about all this. അപ്പം മൈ ഡിയേഴ്സ്, ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ടൈറ്റാനിക് കപ്പൽ മുങ്ങിയതിൻ്റെ ഒരു ദൃശ്യമാണ്. അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനും ഇവിടെ വേറെ കിടക്കുന്നുണ്ട്. ഇതിൽ പാവം റോസും ജാക്കും കപ്പലിൽ നിന്നും വീണ് വെള്ളത്തിൽ കിടന്ന് എന്താ പറയുക കയ്യും കാലിട്ട് ഇളക്കുന്നൊരു ദൃശ്യമാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. ടൈറ്റാനിക് ഇങ്ങനെയാണ് സിനിമയിൽ മുങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ആണ് അവർ. സത്യത്തിൽ കുറേ ലൈഫ് ബോട്ടും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ പാവം റോസിനും ജാക്കിനും ലൈഫ് ബോട്ടൊന്നും കിട്ടിയില്ല. അവളുടെ അതായത് നമ്മുടെ റോസിൻ്റെ ഫിയോൻസി കുറേ അവളെ രക്ഷിക്കാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിൽ കൂടെ പാവം റോസ് അവളുടെ സ്നേഹം ജാക്കിനെ വിട്ട് പോരാൻ റെഡിയല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാ മാനിഫെസ്റ്റേഷൻസാണ് അവിടെ കാണുന്നത്. പിന്നെ ഇവിടെ റോസും ജാക്കും കൂടെ ബോൾ റൂമിനകത്തേക്ക് ഡാൻസ് കളിക്കാൻ വരുന്നതിൻ്റെ ദൃശ്യം. ഇത് വീണ്ടും റോസും ജാക്കി ഈ ഒരു പിക്ചറിനെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കേട്ടോ. പിന്നെ കപ്പൽ കണ്ടോ, ലൈറ്റൊന്നും ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല. ഇലക്ട്രിസിറ്റി ഒക്കെ കപ്പലിനകത്തുണ്ട്, പക്ഷെ എന്നാലും കപ്പലിൻ്റെ പകുതി വെള്ളത്തിലാണ്. പിന്നെ കുറേ ചെറിയ ലൈഫ് ബോട്ടുകളിൽ ആളുകൾ രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെയൊക്കെ. പിന്നെ ബേബി അവിടെ നിന്ന് വലിച്ചു മാന്തി പറിക്കാനുള്ള ശ്രമമായത് കൊണ്ട് അവളെ ഞാൻ എടുത്ത് അങ്ങോട്ട് പോന്നു. അപ്പോൾ അത്രയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ നമ്മുടെ ജാക്കിൻ്റെയും റോസിൻ്റെയും കഥ പറയാൻ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ എക്സിബിഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ നമ്മുടെ കച്ചവടം
തകൃതിയാ നടക്കുന്നുണ്ട്. കച്ചവടം എന്ന് പറയുമ്പോൾ ബെഡുകളുടെ, സോഫകളുടെ, അലമാരകളുടെയൊക്കെ ഭയങ്കരമായ കച്ചവടം നടക്കുന്നുണ്ട്. അപ്പോൾ ആ കച്ചവടമൊക്കെ നമ്മളിങ്ങനെ സുംബ്ലി നോക്കിക്കൊണ്ട് പോവുകയാണ്. അതാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ടൈറ്റാനിക് കാണാൻ വന്നിട്ടുള്ള ആളുകൾക്ക് ബെഡും ഫ്രീ ആയിട്ട് കിട്ടുന്നതൊന്നല്ല, പൈസ കൊടുത്തൊക്കെ വാങ്ങണം. അപ്പോൾ അതിനുള്ള പരസ്യങ്ങളാണ് അവിടെ ഉള്ളത്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ പോരുമ്പോൾ അച്ചാറിൻ്റെ ഒരു സെക്ഷൻ, അവിടെ ഒരു കുറേ അച്ചാർ തീറ്റിപ്പിക്കാനൊക്കെ നോക്കിയെങ്കിൽ കൂടെ നമ്മൾ ലുലു മാളിൽ നിന്ന് കുറേ മധുരമൊക്കെ കഴിച്ച് പോകുന്നതുകൊണ്ട് അതിൻ്റെ ഒരു എഫക്റ്റ് പോകാൻ ഞങ്ങൾ സമ്മതിച്ചില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ നീങ്ങി പോരുകയാണ്. പിന്നെ ഇത് പുറത്തേക്കുള്ള ഹോൾവേ, അതായത് ഇനി എക്സിബിഷനിൽ വേറെ കുറേ കുണാൻഡ്രിഫിക്കേഷൻസ് ഉണ്ടല്ലോ, അതായത് യന്ത്രൂഞ്ഞാൽ, പിന്നെ അതുപോലെ തന്നെ മരണക്കിണർ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ കുറേ റൈഡ്സ്, കുട്ടികൾക്കുള്ള റൈഡ്സ്, വലിയവർക്കുള്ള റൈഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് പോവാം. അപ്പോൾ രണ്ട് സൈഡിലും എന്താണെന്ന് വെച്ചാൽ രണ്ട് സൈഡിലും കൊടുത്തിരിക്കുന്നത് നമ്മുടെ അണ്ടർ വാട്ടർ, കടലിനടിയിലുള്ള ഓരോ ഫോട്ടോഗ്രാഫ്സാണ്. അവിടുത്തെ പുറ്റിൻ്റെയും അതുപോലെ മീനുകളുടെയും അങ്ങനത്തെ കുറേ സംഭവങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫാണ് ഇവിടെയൊക്കെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഏറ്റവും നടനവിസ്മയമാടുന്നത് നമ്മുടെ യന്ത്രൂഞ്ഞാലാണ്. അങ്ങനെ സുംബിത, കുഞ്ഞാത്താൻ്റെ രണ്ടാമത്തെ കിടാവ്, ഇനുബേബിനെ എടുത്തുകൊണ്ടാണ് നടക്കുന്നത്. പാവട്ടോള് കുറേ കുട്ടികളൊക്കെ എടുത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭയങ്കര ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പോയി അവിടെ ഇവിടെ തിരിയാനും വളയാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പുറത്തൊരു താജ്മഹലിൻ്റെ വളരെ മനോഹരമായിട്ടുള്ളൊരു പിക്ചറൊക്കെ ഉണ്ട്. അത് ഞാൻ അപ്പം ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഇപ്പം ഞാൻ വീഡിയോ എടുത്തപ്പോഴാണ് അവിടെ അങ്ങനെ ഒരു താജ്മഹൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ കണ്ടത്. ഇതൊക്കെയാണ് വീഡിയോൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. നമ്മൾ കാണാത്ത പലതും പിന്നീട് നമ്മൾ കാണുമ്പോൾ അതൊരു രസമുണ്ടാകും. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ക്യാമറയിലും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇതൊക്കെ മെമ്മറീസാണ്. അപ്പം മെമ്മറീസ് ഞാനിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വെക്കുകയാണ് എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇപ്പുറത്ത് ഇതൊക്കെ ഉണ്ട്, ഈഫൽ ടവർ ഉണ്ട്. ഇതൊന്നും ഞാൻ അപ്പം ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. നടന്നു വരുമ്പോൾ പുറത്തെത്തണം ക്ഷീണം കൊണ്ടേ. പക്ഷെ ഇപ്പം ഇങ്ങനെ ക്യാമറയിലൊക്കെ കാണുമ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും ഡേഞ്ചർ സോണ് ഈ ഒരു സോണായിരുന്നു. കാരണം ഒരുപാട് കളിപ്പാട്ടങ്ങൾ, പിന്നെ ഒരുപാട് സാധനങ്ങൾ, അങ്ങനെ കുറേ സാധനങ്ങൾ ഒരു സ്ഥലമാണ്. ഇവിടെ നിന്ന് കുട്ടികൾ എങ്ങനെ അപ്പുറത്തേക്ക് കരകയറ്റും എന്നുള്ളതൊരു വലിയ ടാസ്ക് ആയിരുന്നു. പക്ഷേ കുട്ടികൾ ഒരു അക്ഷരം മുണ്ടിയില്ല എന്നുള്ളതാണ്. അങ്ങനെ പൈസ ഒന്നും പൊട്ടാതെ നമ്മൾ അപ്പുറത്തെ സൈഡിലെത്തി. അത് കഴിഞ്ഞ് ഈ ഒരു സൈഡിൽ കാണുന്ന മൊത്തം പൊട്ടുകളാണ് കേട്ടോ. പൊട്ട് മീൻസ് ഹിന്ദുസിൻ്റെ ചേച്ചിമാരിടുന്ന പൊട്ടുകൾ. ഒരു സൈഡ് മൊത്തം പൊട്ട്, പല ടൈപ്പ് ഓഫ് പൊട്ടുകളുണ്ട്. നീണ്ട പൊട്ട്, വട്ടത്തിലുള്ള പൊട്ട്, കുറച്ച് വലിയ പൊട്ട്, അങ്ങനെ പല ടൈപ്പ് ഓഫ് പൊട്ടുകൾ. പിന്നെ അതും കഴിഞ്ഞ് നമ്മളിങ്ങനെ പോരുമ്പോൾ ജുട്ടീസ് എന്നാണ് ഈ കൈൻഡ് ഓഫ് ചെരുപ്പിന് പറയുക. ജുട്ടീസിൻ്റെ ഒരു കളക്ഷൻ, കുറേ ചുട്ടീസ് ഉണ്ട്. ഈ ചുട്ടീസ് എനിക്ക് തോന്നുന്നത് രാജസ്ഥാനി മോഡലാണ്. രാജസ്ഥാനി മോഡൽസ് ഓഫ് ചപ്പൽസിനാണ് ചുട്ടീസ് എന്ന് പറയാൻ തോന്നുന്നു. അങ്ങനെയൊക്കെ അത് കഴിഞ്ഞിട്ടേ കുട്ടികൾക്ക് ഇങ്ങോട്ട് ദാഹിച്ച് പരവശരായിട്ടേ ഒരു കുപ്പി വെള്ളം വാങ്ങിയിട്ട് അതിന് തല്ല്. അപ്പോൾ ഫൈക്കാക്ക് ഓരോരുത്തരുടെ വായിലും കുറേശ്ശായിട്ട് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ വെള്ളം കുടിച്ച് ഫസ്റ്റ് എത്തിയത് തുണ്ടാണ്. അത് കഴിഞ്ഞിട്ട് ഈവും. അങ്ങനെ രണ്ടാൾക്കാരും വെള്ളം കുടിച്ചങ്ങോട്ട് മത്സരിച്ചിട്ട് ആ കുപ്പി അങ്ങോട്ട് കാലിയാക്കി. അടിയിലൊരിത്തിരി വെള്ളം നമുക്കും കിട്ടി എന്നുള്ളതാണ് സത്യാവസ്ഥ. അത് കഴിഞ്ഞ് നമ്മളിനി റൈഡ്സിൻ്റെ ഏരിയയിലേക്കാണ് പോകുന്നത്. റൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ റൈഡ്സ് ഉണ്ട്. അപ്പോൾ സത്യത്തിൽ നമ്മൾ ഭയങ്കര ടയേർഡായിരുന്നു. പക്ഷെ എന്നാൽ കൂടെ ആ ഒരു മരണക്കിണർ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമുക്കത് പോയി കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാനിതിൻ്റെ മുന്നേ പെരിന്തൽമണ്ണ ഇതുപോലെ താജ്മഹലിൻ്റെ എക്സിബിഷൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ ആ താജ്മഹലിൻ്റെ എക്സിബിഷന് പോയ സമയത്ത് ഒരു പ്രാവശ്യം മരണക്കിണർ കണ്ടിട്ടുണ്ട്. അത് കാണുമ്പോൾ നമ്മളിങ്ങനെ അക്ഷരാർത്ഥത്തിൽ കണ്ണിങ്ങനെ പൂട്ടിങ്ങനെ നിൽക്കും. അത്രയ്ക്ക് പേടിയായിരിക്കും. അയറ്റാൾ പഠിച്ചവനെ ഒരു ജീവനൊന്നും പറ്റരുതേ, വീഴരുതേ എന്നൊക്കെയുള്ള ഒരു പ്രാർത്ഥനയായിരിക്കും നമ്മളെ ഉള്ളിലുണ്ടാവുക. അങ്ങനെ എന്താ പറയുക, ടിക്കറ്റ് എടുക്കാൻ കേട്ടോ നബീലെ. ഭയങ്കരമായ പരസ്യമൊക്കെ ഉണ്ട്, ടിക്കറ്റ് കൊടുക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും ടിക്കറ്റൊക്കെ എടുത്ത് അതിൻ്റെ മുകളിലേക്ക് കയറണം. ഒരു 7-ാം ആകാശത്തിൻ്റെ മുകളിലാണ് ആ കാണുന്ന മരണക്കിണർ. അപ്പം മരണക്കിണറിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ ടാസ്കുള്ളൊരു സംഭവമാണ്. അപ്പോൾ എന്തായാലും ഇനി മരണക്കിണറിൽ കാണാം. സാഹസികത, വിസ്മയം, വിനോദം. ടിക്കറ്റ് എടുത്ത് കയറി വരും. ഈ ജീവൻ മരണ പോരാട്ടത്തിന് സാക്ഷികളാവും. മരണക്കിണറിൽ വാരണ്ടി കാറുകളിൽ മോട്ടോർ സൈക്കിളുകളിൽ നടത്തുന്ന ഞെട്ടിപ്പിക്കുന്ന ഭയാനക സർക്കസ് പ്രകടനം. സത്യത്തിൽ മരണക്കിണർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. കസ്റ്റമേഴ്സിനെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വ്യൂവേഴ്സിനെ. പക്ഷെ ആരും വരുന്നില്ല എന്നുള്ളതാണ് സത്യം. ചിലപ്പം കുറേ നേരം വൈകിയതുകൊണ്ടായിരിക്കും. നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ 8-9 മണിയൊക്കെ ആയിട്ടുണ്ട്. ഒരു ഒട്ടുമിക്ക ആളുകളും നേരത്തൊക്കെ തന്നെ കണ്ടു പോകുമല്ലോ.
അപ്പം നമ്മളിവിടെ എത്തിയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല മരണക്കിണർ കാണാൻ. അപ്പം നമ്മളിങ്ങനെ കുറച്ച് നേരം അവിടെ അങ്ങനെ നിന്ന് നോക്കി. അതിനകത്ത് 2 കാറ് കാണാനുണ്ട്, പിന്നെ ബൈക്കുകൾ വഴിയെ വരുമായിരിക്കണം. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. ഓ മൈ ഗോഡ്, ക്ഷീണിച്ചു. മരണക്കിണർ കാണാൻ വേണ്ടി ഇരിക്കുകയാണ് ഗൈസ്. ക്ഷീണിച്ചു എന്ന് പറയാൻ കാരണം നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിച്ചങ്ങാണ്ട് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. അത് കഴിച്ചങ്ങോട്ട് ഇറങ്ങിയിട്ട് ഫുള്ള് ലുലുമാളിൻ്റെ അകത്ത് നടന്നിട്ടും തിന്നിട്ടും അങ്ങോട്ട് ക്ഷീണിച്ചിരിക്കണേ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ കുറേ സമയം ഇപ്പോൾ മരണക്കിണറിൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കസ്റ്റമേഴ്സ് ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് കാണാമെന്നുള്ളൊരു ഫീലിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ഫുള്ളേ മഴ പെയ്ത് കാരണം ഇരിക്കാനൊന്നും പറ്റില്ല, ഫുള്ള് വെള്ളമാണ്. അതുകൊണ്ട് വെള്ളമില്ലാത്തൊരു സ്ഥലം കണ്ടപ്പോൾ നമ്മൾ അവിടെ എങ്ങനെ ഇരുന്നതാണ്. പിന്നെ ആകാശത്തേക്ക് നോക്കിയപ്പോൾ ചന്ദ്രപ്പൊട്ട് പോലെ ഒരു അമ്പിളി. വീഡിയോ കാണുമ്പോ യെല്ലോ കളർ, ഇവിടെ കാണുമ്പോ യെല്ലോ കളർ. വീഡിയോയില് അത് കാണുമ്പോ യെല്ലോ കളർ. പക്ഷെ ശരിക്കും അത് വായിച്ചു. അങ്ങനെ ഗോയ്സ് നമ്മുടെ മരണക്കിണർ ഏകദേശം സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട്. ഡ്രൈവർമാരൊക്കെ കാറിൽ കയറി ഇരിക്കാൻ തുടങ്ങി. ഒരു കാറിൽ ഓൾറെഡി ആൾ ഇരുന്നിട്ടുണ്ട്, രണ്ടാമത്തെ കാറിലും ആള് കയറി ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ പുറത്തു നിന്നുള്ള 2 ബൈക്കുകൾ ഇപ്പോൾ വരും തോന്നുന്നു. ഇതൊക്കെ മാരുതീൻ്റെ ആൾട്ടോ കാറാണെന്ന് തോന്നുന്നു കേട്ടോ, അല്ലാതെ ഇപ്പോൾ വലിയ കാറൊന്നും പോകില്ലല്ലോ. പക്ഷേ സത്യത്തിൽ ഇങ്ങനെ ചെങ്കുത്തായി നിൽക്കണ ഈ സ്ഥലത്ത് കൂടെ ഒക്കെ കാർ എങ്ങനെ പോകും എന്നുള്ളത് ഭയങ്കര അത്ഭുതം തന്നെയാണ്. അതിന് അടിയിൽ വല്ല കാന്തം ഘടിപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നും. കാരണം അത്രയും സ്പീഡിൽ അത് താഴേക്ക് വീണ് പോരൂലേ നമുക്ക് തോന്നും. പക്ഷെ അതങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. അങ്ങനെ അടുത്ത ഫസ്റ്റ് നമ്മുടെ ബൈക്ക് ഉള്ളിലേക്ക് വരികയാണ് കേട്ടോ. മുടി നീട്ടി വളർത്തിയിട്ടുള്ള 2 മുടിയന്മാരാണ് ബൈക്ക് ഓടിക്കാൻ വേണ്ടി വരുന്നത്. അങ്ങനെ ഫസ്റ്റത്തെ ബൈക്ക് വന്നു, ഇനിയിപ്പോൾ രണ്ടാമത്തെ ബൈക്കും വരും. അങ്ങനെ മൈഡിയോസ് രണ്ടാമത്തെ ബൈക്കും എത്തിയിട്ടുണ്ട്. ഇനി അവരെ ഡോറ് സംഭവങ്ങളെല്ലാം ക്ലോസ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നത് മൊത്തം മരത്തിൻ്റെ എന്തൊക്കെയോ ഒരു സംഭവങ്ങളാണ്. മരത്തിൻ്റെത് കൊണ്ട് ചിലപ്പോൾ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം ആ മരത്തിൻ്റെ അങ്ങനെ എന്തൊക്കെയോ ഒരു കഷ്ണാക്കിയിട്ട്. ഇത് സത്യത്തിൽ സെറ്റ് ചെയ്ത് ഇവിടെ ഇങ്ങനെ റെഡിയാക്കാൻ തന്നെ അവർക്ക് ചിലപ്പോൾ ദിവസങ്ങൾ എടുക്കുന്നുണ്ടാവും. കാരണം അത്രയും ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ആ മരങ്ങളെല്ലാം ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ മരങ്ങളിൻ്റെ പീസുകളൊക്കെ അവിടെ വെച്ചിട്ട് അത് ഇതുപോലൊരു വട്ടം കിണറാക്കണമെങ്കിൽ കുറച്ച് അധികം നല്ല പ്രയാസം ഉണ്ടാവും. അങ്ങനെ നമ്മുടെ മരണക്കിണർ സ്റ്റാർട്ട് ചെയ്യുകയാണ് മൈഡിയേഴ്സ്. മരണക്കിണർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യത്തെ പഹയൻ അങ്ങനെ മരണക്കിണറുമ്മ കയറി. അയാളുടെ സ്പീഡ് കണ്ടിട്ട് നമ്മൾ തന്നെ ആകെ പേടിച്ച് ബേജാറായി. അങ്ങനെ പോയി രണ്ടാമത്തെ ആളും കയറിയിട്ടുണ്ട്, രണ്ടാമത്തെ ബൈക്കും കയറി. ഇവർ 2 പേരും മത്സരിച്ചിങ്ങനെ പോവാണ് കേട്ടോ. ഓരോ ആക്ഷൻസ് കാണണം. കൈ മറ്റേ ആക്സിലറേറ്ററിൽ കൈ എടുത്തിട്ട്, ആക്സിലറേറ്റർ എന്തായാലും ഇപ്പോൾ ആ സാധനത്തിൻ്റെ പേര്, ആക്സിലറേറ്റർ സ്കൂട്ടിക്കേ ഉള്ളൂ എന്നുള്ളത് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ആക്സിലറേറ്റർ അല്ല, അതിൻ്റെ ആ ഒരു ഫ്രണ്ടത്തെ ഒരു സുണാൻഡ്രിഫിക്കേഷൻ ഉണ്ടല്ലോ, ആദ്യമൊന്നും ഒരു കൈ എടുത്തിട്ട് കാലൊക്കെ മുകളിൽ കയറ്റി വെച്ച് ആദ്യമേ നിന്നിട്ടും ഇരുന്നിട്ടും ഡാൻസ് കളിച്ചിട്ടൊക്കെയാണ് ഓല് ഡ്രൈവ് ചെയ്യണത്. അതാണ് അഭ്യാസ പ്രകടനം എന്നൊക്കെ പറയല്ലോ, വല്ലാത്തൊരു അഭ്യാസം തന്നെയാണ്. അപ്പം ഇതിങ്ങനെ പോകുന്നുണ്ട്. ഇനി അതിൻ്റെ ഇടയിൽ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കാറ് കയറും കേട്ടോ. 2 കാറുകളുണ്ട്. ആ 2 കാറുകളും ഇപ്പം കയറും. ആ കാറുകളും കൂടെ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സത്യം പറഞ്ഞാൽ അങ്ങനെ പേടിച്ചിങ്ങനെ നിൽക്കും. കാരണം അതങ്ങനെ താഴേക്ക് വീഴോ എന്നുള്ള ഭയങ്കര പേടിയായിരിക്കും. പക്ഷേ എന്നാലും അവറ്റകൾ വീഴില്ല, കാരണം അവർക്ക് കുറേ വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. അതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. അവരൊന്നും മലയാളീസ് അല്ല കേട്ടോ, ഒക്കെ കണ്ടിട്ട് നോർത്തിലുള്ള ആരൊക്കെയോ ആണ്.
ഈ ഡ്രൈവേഴ്സ് എല്ലാവരും അങ്ങനെ തന്നെ. ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ജീവനപ്പേടില്ലാത്തവരൊക്കെ കുടുംബം പോറ്റാൻ വേണ്ടി എന്ത് അഭ്യാസവും കാണിക്കാൻ റെഡി ആയിട്ടുള്ള കുറേ മനുഷ്യന്മാരാണ് ഇതുപോലെയുള്ള സംഭവങ്ങളുടെയൊക്കെ പിന്നിലുള്ള വിജയം എന്ന് പറയാം. അങ്ങനെ മൂന്നാമത്തെ വണ്ടിയായിട്ട് കയറി. ആ വണ്ടി എന്താ ചെയ്യുന്നറിയാം, അതിൻ്റെ ഡോറൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. അഭ്യാസ പ്രകടനങ്ങൾ, അഭ്യാസം. ഇപ്പൊ ഈ മനുഷ്യന്മാരെന്താ ചെയ്യണമെന്നറിയാം, കാറിലുള്ള രണ്ടാൾക്കാർ എണീറ്റ് നിന്നിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നതേ. ഒരിക്കൽ ഇരിക്കാനൊന്നും വയ്യ, എണീറ്റ് നിന്ന് തല ഡോറിൻ്റെ അകത്ത് കൂടെ പുറത്തിട്ടിട്ടാണ് ഒരു ഡ്രൈവിങ്. അപ്പം ആക്സിലറേറ്ററിന് കാല് കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ പിന്നെ ക്ലച്ചും ബ്രേക്കിനൊന്നും ആവശ്യമില്ലല്ലോ, ഫുള്ള് സ്പീഡിൽ എങ്ങനെ പോവല്ലോ. അപ്പം ആക്സിലറേറ്ററിന്മേൽ കാല്, സ്റ്റെയറിങ്ങിൽ മേൽ കൈ, അതാണ് ഇവരുടെ ഒരു സംഭവം. സ്റ്റെയറിങ്ങിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, കാരണം അപ്പോൾ ഇതിലങ്ങനെ പോകാൻ സ്പീഡ് ആ ഒരു ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അങ്ങനെ പോവാം. അപ്പോഴത്തേക്കും അപ്പുറത്തേക്കുന്ന ബൈക്കുകാരൻ്റെ അഭ്യാസം, മോന് കാറ് പിടിച്ചിട്ട് കാറിൻ്റെ സംഭവത്തുമ്പോഴൊക്കെ പിടിച്ചിട്ടൊക്കെയാണ് പോണത്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു അഭ്യാസങ്ങൾ പറയുക. കാണുമ്പോൾ നമ്മളിങ്ങനെ ബേജാറായി ഇങ്ങനെ എന്താ പറയുക അങ്ങനെ നിൽക്കും. അപ്പോൾ ഇവമോളൊക്കെ കരയിലൊടുങ്ങി നിന്നിട്ടുള്ളൂ അത് കണ്ടിട്ട്, കാരണം വീഴുമോ എന്നുള്ള പേടിയോണ്ടേ കരയിലൊടുങ്ങിയിരിക്കണം. സിംബു കണ്ണീര് തുടക്കാണ് തോന്നുന്നു പേടിച്ചിട്ട്. അതൊക്കെയാണ് കഥ. എല്ലാവർക്കും ഭയങ്കര പേടി, ഈ കാണുന്ന പോലെ എന്നല്ല, സത്യത്തിൽ ഭയങ്കര പേടിയായിരിക്കും. അങ്ങനെ കാർ നമ്പർ 1 താഴെ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കാർ നമ്പർ 2 ഒക്കെ ഇപ്പോൾ താഴേക്ക് ഇറങ്ങേണ്ടതാണ്. ഇത്രയ്ക്കുള്ള പരിപാടികൾ. അപ്പോൾ രണ്ടാമത്തെ കാറും താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇതൊരു വല്ലാത്തൊരു അഭ്യാസം തന്നെയാണ്. നമുക്ക് പേടിയാം, പക്ഷെ അവർക്ക് കംപ്ലീറ്റ് അതിൻ്റെ ഒരു കൺട്രോൾ ഉള്ളത് കൊണ്ടാണല്ലോ ഒരുമാരിക്കത്തെ അഭ്യാസ പ്രകടനത്തിനൊക്കെ പോകുന്നത്. പിന്നെ നമ്മളിങ്ങനെ ഇതിൽ മരണക്കിണറിൽ വണ്ടി ഓടിച്ച് മരിച്ചു എന്നൊന്നും നമ്മളങ്ങനെ കേൾക്കാറൊന്നുമില്ല. അതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ആളുകൾ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ആരും ഇതൊന്നും അനുകരിക്കൊന്നും ചെയ്യണ്ടാവില്ല എന്നുള്ള വിശ്വാസം കേട്ടോ. ബൈക്ക് രണ്ടാൾക്കാർ കൈ ഇങ്ങനെ കോർത്ത് പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് ഓരോ അഭ്യാസങ്ങൾ. രണ്ടാൾക്കാർ ഇവിടെ അങ്ങ് നോക്കി നിൽക്കാറുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരതിൻ്റെ ഹരത്തിൽ എന്തും ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു രസം. അങ്ങനെ കാറുകൾ രണ്ടും താഴെ സേഫായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം തന്നെ നമ്മുടെ ബൈക്ക് കുട്ടന്മാരും താഴെ ഇറങ്ങുന്നുള്ള വിശ്വാസമുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ഫസ്റ്റത്തെ ബൈക്കും ഇറങ്ങി താഴേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അത് എന്താ സംഭവം എന്നറിയോ, ഒരു ബൈക്ക് ഇങ്ങനെ വട്ടത്തിൽ താഴെ കുറേശ്ശെ ലെവൽ കൊടുത്തിട്ട് വേണ്ടി വരും അവർക്കൊക്കെ ഇറങ്ങാനായിട്ട്. അങ്ങനെ ബൈക്കിൻ്റെ കുറച്ചും കൂടെ അഭ്യാസങ്ങളുണ്ട് കേട്ടോ. ആ അഭ്യാസങ്ങളും കൂടെ കണ്ടിട്ട് ഓരോ ഇറങ്ങണം എന്നുള്ളൊരു വാശിയിലാണ് ഓരോ ആക്ച്വലി ഇരിക്കുന്നത്. അപ്പോൾ അവർ കൈകൊണ്ട് എന്തൊക്കെയോ ആക്ഷൻസൊക്കെ കാണിച്ചു തരുന്നുണ്ട്, നമുക്ക് ഹായ് ഒക്കെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ അതിൻ്റെ ഒരു നമ്മൾ ചിയർ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിനാണ്. അങ്ങനെ നമ്മുടെ വെള്ള ബൈക്കുകാരൻ ഏകദേശം താഴെ എത്തിയിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ മഞ്ഞ ബൈക്ക് കാരണം ഇപ്പം താഴെ എത്തും. അപ്പോൾ ഇതാണ് ഈ മരണക്കിണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ മരണക്കിണർ കണ്ടിട്ടുള്ള ആളുകൾ എല്ലാവരും ഓൾമോസ്റ്റ് കണ്ടിട്ടുണ്ടാവും. കണ്ടവരൊക്കെ കമൻറ്റ് ചെയ്യുന്നു പറഞ്ഞാൽ പിന്നെ കമൻറ്റിൻ്റെ ഒരു ചാകര ഇരിക്കുമല്ലോ. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ കണ്ട ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യും കേട്ടോ. മരണക്കിണർ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ എക്സിബിഷനിലും ഉണ്ടാകുന്ന ഒരു മെയിൻ സംഭവമാണ്. അങ്ങനെയൊക്കെ. അപ്പോൾ എന്തായാലും ഒരു ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടതല്ലേ. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് ഒരു തംസപ്പൊക്കെ കാണിച്ചു കൊടുത്തു, ഉഷാറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവർ ബൈക്ക് പുറത്തേക്ക് കൊണ്ടുപോകുക. കാരണം എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നത് അടുത്ത പ്രാവശ്യത്തെ ഷോ കാണിക്കാനാകുമ്പോൾ പുറത്തുനിന്ന് ആ വണ്ടി കൊണ്ടുവരുന്നതായിരിക്കും അതിൻ്റെ ഒരു ഭംഗി, അതിൻ്റെ ഒരു രസത്തിനായിരിക്കണം അങ്ങനെ കൊണ്ടുവരുന്നത്. മേ ബി അതായിരിക്കണം കഥ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. മരണക്കിണറൊക്കെ കണ്ട് നമ്മൾ ഏകദേശം മരിച്ച് ജീവിച്ച് അവിടെ ഇറങ്ങി പോവാണ്. നെക്സ്റ്റ് ഇനി പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യന്ത്രൂഞ്ഞാലിൽ കയറണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ സാബിക്ക് കയറാൻ പറ്റില്ല, കാരണം എൻ്റെ മൈ ഡിയർ അനിയത്തി ഈസ് പ്രഗ്നൻറ്റ്. അപ്പോൾ അതുകൊണ്ട് ഓൾക്ക് കയറാൻ പറ്റില്ല. ബാക്കിയുള്ളവരൊക്കെ കയറിയിട്ട് അതിലും കൂടെ കയറിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ കുട്ടികളൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഭയങ്കര പേടി, കാരണം എത്ര താഴെയെന്ന് അറിയാം ഗ്രൗണ്ട് കിടക്കണത്. നമ്മൾ മരണക്കിണർ കാണാൻ വേണ്ടി കുറേ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് താഴേക്ക് ഇറങ്ങാന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്. നബീലാണെങ്കിൽ ഭയങ്കര കയറിങ്ങുക, സാബിനെ നോക്കിക്കൊണ്ട് കുറേശ്ശെ ഇറങ്ങുക. എന്താ നബീൽ അങ്ങനെ ഇറങ്ങണേ?
അങ്ങനെ ഗോയ്സ് ഏകദേശം നമ്മൾ താഴെ എത്താറായിട്ടുണ്ട്. അതൊരു വല്ലാത്തൊരു ഇറക്കം തന്നെയായിരുന്നു. ഒന്നാമത് മഴ പെയ്തിട്ടേ സ്റ്റെപ്പുകളൊക്കെ ഭയങ്കര സിൽപ്പാവുന്നുണ്ട്. അപ്പം സിൽപ്പാവണൊക്കെ നോക്കിയിട്ട് വേണം പോകാൻ. ഇവിടെ ആണെങ്കിൽ ഫുള്ള് ചളിപിളി ചപ്പിളി ഒരുമാതിരി സംഭവമാണ്. അപ്പോൾ ആ ചളിയിലൊക്കെ ചവിട്ടാതെ വേണം പോകണം. സംഭവം കംപ്ലീറ്റ് കാർപ്പറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കൂടെ ഭയങ്കര മോശാവസ്ഥയാണ് അവിടുത്തെ ഗ്രൗണ്ടൊക്കെ. അങ്ങനെ നമ്മൾ അടുത്തത് യന്ത്രൂഞ്ഞാലിൽ കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നബീൽ ബ്രോ ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അങ്ങനെ ഇനി നെക്സ്റ്റ് നമ്മൾ യന്ത്രൂഞ്ഞാലിൽ കയറാൻ വേണ്ടിയിട്ട് അതിൻ്റെ സ്റ്റെപ്പുകൾ കയറി പോവുകയാണ്. അപ്പോൾ യന്ത്രൂഞ്ഞാലിന് ഇതേപോലെ കുറച്ച് സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് മറ്റേ അതിൻ്റെ അത്രയും സ്റ്റെപ്പുകളില്ല. അപ്പോൾ നബീൽ വിളിക്കട്ടെ, ഫൈക്കാക്കും ഇല്ല എന്ന് പറഞ്ഞു. ബേബി അങ്ങനെ കരഞ്ഞാലോ വിചാരിച്ചു. പിന്നെ നബീൽ അളിയൻ്റെ അളിയൻ ചീത്ത പറഞ്ഞ് ഫൈക്കാക്കൂനെയും വിളിച്ചു കൊണ്ടുവന്നു എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഇനബേബിയും കയറണം. ഇനബേബിനെ ഞങ്ങൾ അവൾക്കൊരു 7-8 മാസമൊക്കെ ആയ സമയത്ത് ഒരു റൈഡിൽ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് അവൾ വല്ലാതെ കരഞ്ഞിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ ഇന്ന് എന്താവും അവസ്ഥ എന്നുള്ള അറിയില്ല. അപ്പോൾ കുറച്ചൊക്കെ ബുദ്ധിയൊക്കെ വെച്ചില്ലേ. അപ്പോൾ നമുക്ക് തന്നെ എന്താ പറയുക, യന്ത്രൂഞ്ഞാൽ താഴെക്കണ്ട് പോകുമ്പോൾ വയറ്റുന്ന എന്തൊക്കെയാണ് പോണ ഫീൽ ആയിരിക്കും. അപ്പോൾ പിന്നെ കുട്ടികളുടെ കാര്യം പറയലില്ലല്ലോ. അങ്ങനെയാണ് കഥ. അങ്ങനെ ഞങ്ങൾ യന്ത്രൂഞ്ഞാലിൽ 2 ബോഗികൾക്കുള്ളിലായിട്ട് കയറി. ഇത് ബോഗി എന്ന് എന്താ പറയുക, 2 ഡിവിഷനിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ കയറി. നബീലും കുട്ടികളും ചില്ലറ കുട്ടികളൊക്കെ ആ ഒരു ബോഗിലും, ഞാനും ഫൈക്കാക്കും കുട്ടികളും സിംബും ഈ ബോഗിലും കയറി. അങ്ങനെയാണ് നമ്മുടെ ഒരു പോക്കിരി. ഇപ്പോൾ ഇതിനും ആളുകൾ വളരെ കുറവാട്ടോ. എക്സിബിഷൻ എന്താണെന്നറിയില്ല, എന്താണെന്ന് ഒരു പിടുത്തമില്ല. കാരണം ആളുകൾ വളരെ കുറവാണ്. എക്സിബിഷനാണെങ്കിലും കുറവാണ്. ഈ അടുത്ത് കാണുമ്പോൾ ടാറ്റ കൊടുത്തുള്ളൂ കേട്ടോ തൊണ്ടിന്. ആളെ കഴിച്ചാലാണ് നമ്മള് അതിന് അങ്ങനെയുള്ളത് കയറ്റുക. ഇതൊന്നും കൂടെ കയറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ തുടങ്ങി ആളെ കഴിച്ചില്ലൊന്നും ഇല്ല ആളില്ല. ഇതിങ്ങനെ ഒരാട്ടം തുടത്തുണ്ട്. ഇതിന്റെ ഒരു ആട്ടം തുടത്തുണ്ട്. പക്ഷെ ഇത് പതുക്കിയിട്ടേ ഉള്ളൂ. അങ്ങനെ മൈ ഡേഴ്സ് നമ്മളെ വണ്ടി നമ്മളെ വണ്ടി ചെറുതായിട്ട് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനിബേബിൻ്റെ മുഖത്തെ മാറ്റങ്ങളൊക്കെ ഭാവമാറ്റങ്ങളൊക്കെ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓൾക്ക് വല്ലാതെ അങ്ങോട്ട് എന്താ ഇപ്പം ഇത് ഒരു ഹലാക്കിൽ അവലങ്കഞ്ഞി എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇപ്പം കരയും എന്നുള്ള ഫീലിൽ ഇങ്ങനെ നിൽക്കുക. അപ്പം പിന്നെ നമ്മൾ പിന്നെ എന്ത് ചെയ്തു, പാട്ട് പാടിയിട്ടും കഥ പറഞ്ഞിട്ടൊക്കെ ഓളെ ഫീൽ അങ്ങോട്ട് മാറ്റി. പാട്ട് പാടി പച്ചരിച്ചോറുണ്ട്, പച്ചാമീൻ ചാറുണ്ട്, ഉച്ചക്ക് ഉണ്ണാനായി വന്നളോണ്ടോ. അറിയാതെ രക്ഷപ്പെട്ടൂലേ. ഒരു 8-10 കറക്കൊക്കെ യന്ത്രൂഞ്ഞാൽ കറങ്ങിയിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല. കാരണം എനിക്ക് തന്നെ പേടിയാവുക, ഫോണങ്ങാനും കൊഴിഞ്ഞാടിയല്ലോ വിചാരിച്ചിട്ട് ഞാൻ അവിടെ വെച്ചു. അതുകൊണ്ടാണ് വളരെ കുറച്ച് സ്പീഡില്ലാത്ത ഭാഗത്ത് കറങ്ങുന്നത് മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ഇറങ്ങിയിട്ട് നമ്മൾ ഡിവിഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി ഒരു പരിപാടിയില്ല, വീട്ടിലേക്ക് പോകും, അത്രേ ഉള്ളൂ. സമയം കുറേ വൈകിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടി. അപ്പോൾ യന്ത്രൂഞ്ഞാലിൻ്റെ ഇവിടെ നിന്നൊക്കെ ഇറങ്ങി. അപ്പോൾ യന്ത്രൂഞ്ഞാലൊരു വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി ബേബി കരച്ചിൽ ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അവളെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ കരയാൻ സമ്മതിച്ചില്ല. പിന്നെ ഞങ്ങളൊക്കെ പാട്ടൊക്കെ പാടി അവളെ മൈൻഡൊക്കെ ഡൈവേർട്ട് ചെയ്തു. അങ്ങനെ തിരിച്ച് നമ്മൾ ഇറങ്ങി പോവാണ്. അപ്പോൾ ഈ ഒരു എക്സിബിഷനെ കുറിച്ച് ജനറലായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, കുഴപ്പമില്ലാത്തൊരു എക്സിബിഷനാണ്. റൈഡുകളും സംഭവങ്ങളൊക്കെ കുറവാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. കുട്ടികളൊക്കെ ഇട്ട് പോന്നു കഴിഞ്ഞാൽ കുറച്ച് ഒരു ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട്. പിന്നെ ടൈറ്റാനിക്കിൻ്റെ സംഭവം പറയുകയാണെങ്കിൽ ആ മൂവി കണ്ടിട്ടുള്ള ആളുകൾക്ക് കാണുകയാണെങ്കിൽ നല്ല ഫീൽ ഉണ്ടാവും. അല്ലാത്തവർക്ക് കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഫീലൊന്നും ഉണ്ടാവാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. പിന്നെ ആ മൂവി കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട്
ഫീൽ ഉള്ളത് കൊണ്ട്, ഒരു ട്രാജിക് മൂവി ആയതുകൊണ്ട് നമ്മൾ കുറേ മൈൻഡിൽ കിടക്കുമല്ലോ, അങ്ങനെ ഒരു ഫീൽ ഉള്ളത് കൊണ്ട് തിരക്കടില്ല. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഫ്ലാറ്റിൽ എത്തിയിരിക്കുന്നു. അപ്പൊ നീ എവിടെ ഞാൻ കാണിച്ചത് എന്റെ തുണ്ടാണ് എന്നെ വലിച്ചുകൊണ്ടിട്ടത്. സിമ്രാനാവാസ്, പല്ലില്ലാത്ത സിമ്രാനാവാസ്. അപ്പൊ ഗൈസ് ടേക്ക് കെയർ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. Till then, take care. Bye bye. See you.